തിരുവനന്തപുരം വിതുര സ്വദേശി പ്രേമൻ നായരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും വിതുര പോലീസിനും പരാതി നൽകി. മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പ്രേമൻ നായരുടെ സഹോദരി നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. എന്റെ അടുത്തായിട്ടും ആരും ഡോക്ടറോ സിസ്റ്ററോ ഈ ആളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഈ പ്രേമൻ പറയണത്. കമ്പി ടയർ കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാണ് അടിച്ചത്. അവര് കണ്ടിട്ടുണ്ട്, അവര് എവിടെ വേണോ മൊഴി പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴവരാരും ഒന്നും പറയണില്ല. അവര് കണ്ടവരാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് കേസ് കൊടുക്കാൻ പോണം, ഞങ്ങൾ എന്താവശ്യത്തിന് നിന്നോളാം, കേസ് കൊടുക്കാതെ വെറുതെ വിടല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ പോയി കേസ് കൊടുത്തത്. നൽകാനായി സഫാൻ, എന്തുകൊണ്ടാണ് ഒരു ദുരൂഹത ഈ കുടുംബം ഈ പ്രേമൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്? പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു വേർഷൻ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? അജി കുഞ്ഞുമോൻ കഴിഞ്ഞ മാസം 21-നാണ് ചേന്നൻപാറ സ്വദേശിയായ പ്രേമൻ നായർ മരിച്ചത്. ഇയാൾക്ക് 58 വയസ്സുണ്ട്. അതിനു മുൻപ് കഴിഞ്ഞ മാസം തന്നെ 9-ന് ചേന്നൻപാറയ്ക്ക് സമീപം ഇയാളെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ 15 ദിവസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇതിന്റെ തുടർ ചികിത്സയിലായിരിക്കെയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹത വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പരാമർശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരി പ്രമീള ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിതുര പോലീസിനും പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ പ്രേമനെ അബോധാവസ്ഥയിൽ കണ്ട ദിവസം അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരുന്നു എന്ന് പ്രേമന്റെ തന്നെ സുഹൃത്തുക്കൾ ഈ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രമീള ഇപ്പോൾ വിതുര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിലവിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. വ്യക്തമാണ്. സഫാൻ VP ആണ് വിവരങ്ങൾ